വിഴിഞ്ഞം പോർട്ട് എന്നൊരു സ്വപ്നം സഫലമാകുമ്പോൾ ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. കമ്മീഷനിങ്ങിന് മുൻപുള്ള ട്രയൽ റണ്ണിൽ തന്നെ വമ്പൻ കുതിപ്പ് നടത്തുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഒരേ സമയം 2 കണ്ടെയ്നർ ഷിപ്പുകൾ എത്തിയത് കൗതുകമായിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തവിശി ബർത്തിൽ തുടരുന്നതിനിടെ MSCയുടെ മറ്റൊരു കണ്ടെയ്നർ ഷിപ്പായ ഐറ ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ഒക്ടോബറിൽ കമ്മീഷനിംഗ് നടത്താൻ ആലോചിക്കുന്ന വിഴിഞ്ഞത്ത് അടുത്തയാഴ്ചകളിൽ കൂടുതൽ കപ്പലുകൾ തുടർച്ചയായി എത്തുമെന്നാണ് വിവരം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തേക്ക് അയക്കാൻ കൂടുതൽ കപ്പലുകൾ സജ്ജമാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പിഴവുകളില്ലാത്ത രീതിയിൽ ചരക്ക് നീക്കം നടത്താൻ കഴിയുന്നത് വിഴിഞ്ഞത്തേക്ക് കൂടുതലായി കപ്പലുകളെ അയക്കാൻ MSCയെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇതുവരെ അടുത്തതിൽ നീളം കൂടിയ കണ്ടെയ്നർ ഭീമൻ MSC അന്ന അടുത്തയാഴ്ച ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. 399.9 മീറ്റർ നീളവും 58.6 മീറ്റർ വീതിയുമാണ് MSC അന്നയ്ക്കുള്ളത്. കഴിഞ്ഞ 13-ന് ഇവിടെ എത്തിയ MSC ക്ലോഡ് ഗ്രാർഡേറ്റ് ആയിരുന്നു ഇവിടെ ഇതുവരെ അടുത്തതിൽ ഭീമൻ. നീളം 399 മീറ്റർ. MSC അന്നയെ കൂടാതെ 25-ന് MSC പലേർമോ എന്ന കണ്ടെയ്നറും എത്തും. ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വരുമാനം ലഭിക്കുന്നുവെന്നതും വിഴിഞ്ഞം പദ്ധതി കൂടുതൽ വിജയകരമാണ് എന്നതിന് തെളിവാണ്. കമ്മീഷൻ ചെയ്ത് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ കൊളംബോ, സിംഗപ്പൂർ പോലുള്ള വൻകിട തുറമുഖങ്ങളെ മറികടക്കാൻ വിഴിഞ്ഞത്തിന് അധികനാൾ വേണ്ടിവരില്ല എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത് വെറുതെ പറയുന്നതല്ലെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അരങ്ങേറുന്നത്. ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞത്ത് MSC കമ്പനിയുടെ കെയ്ലെ എന്ന ഭീമൻ കപ്പൽ വളരെ അനായാസമാണ് തുറമുഖത്തേക്ക് അടുത്തത്. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് 16.5 മീറ്റർ ഉള്ള കെയ്ലെ വളരെ അനായാസമായിട്ടാണ് തുറമുഖത്തടുത്തത്. ഇത്രയും വലിയ കപ്പലുകൾ അടുക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നങ്കൂരമിട്ട MSC വാഷിംഗ്ടൺ എന്ന 17 മീറ്റർ ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലാണ് ഇന്ത്യയിൽ നങ്കൂരമിട്ടതിൽ ഏറ്റവും നീളം കൂടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിഴിഞ്ഞത്തെത്തുന്ന 5-ാമത്തെ കപ്പലാണ് MSC കെയ്ലെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ കമ്പനിയുടെ മറ്റൊരു കപ്പലായ MSC സുവാപ്പി വിഴിഞ്ഞത്തെത്തുമെന്നും തുറമുഖ അധികൃതർ പറയുന്നുണ്ട്. കൂടുതൽ ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലുകൾ അധികം വൈകാതെ വിഴിഞ്ഞത്തെത്തുമെന്നാണ് വിവരം. 17 മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലുകൾ അടുക്കാൻ സ്വാഭാവികമായും കഴിയുമെന്നതിനാൽ തന്നെ മുദ്ര തുറമുഖത്തിന്റെ റെക്കോർഡ് അധികം വൈകാതെ വിഴിഞ്ഞം തകർക്കും. നിലവിൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് കൊളംബോ തുറമുഖം വഴിയാണ്. മദർ ഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന തുറമുഖങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തതിനാലാണ് ചരക്കുനീക്കം കൊളംബോ വഴിയായത്. പ്രവർത്തന സജ്ജമാകുന്നതോടെ മദർ ഷിപ്പ് ഹബ് എന്ന നിലയിലേക്ക് വിഴിഞ്ഞം വളരും.